ഓരോ ഇന്ത്യൻ പൗരന്മാരും ഏറ്റവും അധികം വിശ്വാസം അർപ്പിക്കുന്നത് അവരുടെ MLA മാരെയോ MP മാരെയോ അല്ലെങ്കിൽ മന്ത്രിമാരെയോ ഒന്നുമല്ല. എന്തിന്? പ്രധാനമന്ത്രിയെ പോലുമല്ല. അവർ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയെയാണ്. അതായത് ഇന്ത്യയിലെ ഓരോ കോടതികളെയും. എന്നാൽ ഈ കോടതികളിൽ പല കോടതികളിലും കറപ്ഷൻസ്, അഴിമതികൾ നടക്കുന്നു എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഓരോ പൊതുജനങ്ങളുടെയും അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഒരുപാട് റിട്ടയർ ആയിട്ടുള്ള ജസ്റ്റിസ്, നമ്മളെ ചീഫ് ജസ്റ്റിസ്, റിട്ടയർ ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ചന്ദ്രചൂഡ് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ജഡ്ജ് റിട്ടയർ ആയി കഴിഞ്ഞാൽ ഒരിക്കലും പൊളിറ്റിക്സിന്റെ ഫീൽഡിലേക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സീറ്റും അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു ജഡ്ജ് പോയി കഴിഞ്ഞാൽ, അതായത് ഒരു പൊളിറ്റിക്കൽ ഫേവർ കിട്ടിക്കഴിഞ്ഞാൽ ജുഡീഷ്യറിയോടുള്ള പൊതുജനങ്ങളുടെ വിശ്വാസത്തെ അത് ബാധിക്കുന്നത് കൊണ്ടാണ് ജഡ്ജസ് ഒക്കെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും എന്തിനു പറയുന്നത്, രാജ്യസഭയിലൊക്കെ നോമിനേറ്റഡ് മെമ്പേഴ്സ് ആയിട്ട് പല ജഡ്ജസും പോയിട്ടുണ്ട്. അതെന്തുമാവട്ടെ. എന്നാൽ റീസെന്റ് ഒരു വീഡിയോ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ.